അപ്പൊ അടുത്ത ഗാനം ഏതാണ് പാടുന്നത്? വൈഡൂര കമ്മലണി. അയ്യോ, ചേച്ചി, സുജാത ചേച്ചി. ഞാൻ അതിനകത്തൊരു 2-3 വരിയേ ഉള്ളൂ. അതെ, പക്ഷെ എന്തിനാ കൂടുതൽ സാന്നിധ്യം അതിലുണ്ട്. അല്ല, ആ അത്രയും വരികൾ എനിക്ക് മതി. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ ചേട്ടൻ, അതുപോലെ ഔസേപ്പച്ചൻ ചേട്ടൻ. പക്ഷെ ഔസേപ്പച്ചൻ ചേട്ടൻ പാടിക്കുമ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ആയിരിക്കും. ജോൺ ചേട്ടൻ പാടിക്കുമ്പം മ്യൂസിക് ഡയറക്ടറും വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ആളായിട്ട് ഉറപ്പായിട്ട്. കാര്യം സുജാത ചേച്ചി പറഞ്ഞിട്ടുണ്ട്, എന്റെ ശരത്തെ ആ ജോൺ ചേട്ടന്റെ റെക്കോർഡിങ് ഇന്ന് എന്റെ മരണം സംഭവിക്കുന്നു. കാര്യം അവിടെ പോയിട്ട് പറഞ്ഞു കൊടുക്കുന്ന വളരെ കൃത്യമായിട്ട് പാടണേ. ഈ സുജാത ചേച്ചിയൊക്കെ നമ്മുടെ റഹ്മാനൊക്കെ പാടി അവിടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. റഹ്മാന്റെ അടുത്ത് ഫുൾ സ്വാതന്ത്ര്യമുണ്ട് എല്ലാ മ്യൂസിഷ്യൻസിനും. അപ്പൊ അവിടുന്ന് വന്നിട്ട് ഈ ജോൺ ചേട്ടന് വരുമ്പോ വടിയും കൊണ്ടായിരുന്നു പാടിക്കുന്നത്. ചെറിയൊരു അനുഭവം പറയാണ്ട് സാർ. അമൃത ടിവിയുടെ തന്നെ ദേവഗീതം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോൺ സംഭാഷണ മുമ്പിൽ ഈ പറയുമ്പോൾ ഒരു 5 മിനിറ്റ് പാടാൻ ഒരു ഇതുണ്ടായി എനിക്ക്. അത് ജാനകിയമ്മ പാടിയ ഒരു പഴയ ബാബുക്കയുടെ ഒരു പാട്ടാണ് പാടിയത്. പക്ഷെ വളരെ നല്ല കമൻസ് ഒക്കെ പറഞ്ഞത് 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് സാറിന്റെ മുമ്പിൽ ഇതുപോലെ എനിക്ക് പാടാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം എനിക്ക്. ജീനിയസ്. കാരണം പറയാതിരിക്കാൻ വയ്യ, എത്രയോ പാട്ടുകളാണ്, മലയാള തനിമയുള്ള പാട്ടുകളാണ് നമുക്ക് സമ്മാനിച്ചത്. ഇന്ന് കേരള പിറവി ആയതുകൊണ്ട് പറയാം, ശരിക്കും കേരള പിറവി സമം ജോൺ ചേട്ടൻ എഴുതി കഴിഞ്ഞാൽ മലയാള തനിമ വിട്ട് അദ്ദേഹം കളിച്ചിട്ടേ ഇല്ല. എല്ലാ പാട്ടുകളും അങ്ങനെയാണ്. അപ്പൊ എന്തായാലും കൂടെ പാടുന്ന ആരാണ്? കൂടെ പാടുന്നത് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞൊരു മോളാണ്. യെസ്, ശ്രീലക്ഷ്മി നല്ലൊരു പാട്ടുകാരിയാണ്. അതെ, തൃശ്ശൂരിൽ നിന്നല്ലേ? തൃശ്ശൂരിൽ നിന്നാണ്. സോ ശ്രീലക്ഷ്മിയെ വിനയപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കമ്മലണിഞ്ഞ് വെണ്ണിലാവ് രാവിൽ നെയ്യും പൂങ്കോടിപ്പാവുടുക്കണ പൊന്മാനേ, വൈഡൂര കമ്മലണിഞ്ഞ് വെണ്ണിലാവ് രാവിൽ നെയ്യും പൂങ്കോടിപ്പാവുടുക്കണ പൊന്മാനേ, മിന്നായ പൊങ്കവിളി മിന്നി മാഞ്ഞതെന്താണ് കല്യാണമാണിന്റെ സ്വപ്നങ്ങളോ, ആരാരും കാണാത്ത വർണ്ണങ്ങളോ,
ആഹാ. സബാഷ്, സബാഷ്, സബാഷ്. താങ്ക് യു. രണ്ടുപേരും നല്ല രസമായിട്ട് പാടി കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ചിത്രയും സുജാതയും ഞാനും കൂടെ പാടിയതല്ലേ. ഇതിലെ ജാനകി അമ്മയും സുശീല അമ്മയും കൂടെ പാടുന്ന ഒരു ഫീലാണ്, വോയിസിന്റെ ഒരു ടോണ് എനിക്ക് തോന്നിയത്. നന്നായിരുന്നു, നന്നായിരുന്നു, താങ്ക് യു. ബ്യൂട്ടിഫുൾ. അപ്പൊ അണ്ണാച്ചിയുടെ ഒരു പാട്ട് കേൾക്കണ്ടേ? അതെ, കേൾക്കണം സർ. പ്ലീസ്. പാടാൻ ചാൻസ് തേടിപ്പോയതാണ് കണ്ണൂർ രാജ മാഷിന്റെ അടുത്ത്. അതായത് കണ്ണൂരായ മാഷ വീട്ടിൽ പാടാൻ ചാൻസ് കയറി പോയതിന്റെ പുറയില് അദ്ദേഹത്തിന്റെ മകൾ അവിടെ ഉണ്ടായിരുന്നു, കാണാൻ സൗന്ദര്യമുണ്ട്. അപ്പൊ എന്നും ചാൻസ് തേടി പോവും. ഡെയിലി 3 തവണ മരുന്ന് കഴിക്കുന്നു. ആ കാര്യം സീതയ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് സീത മാഷിന്റെ പാട്ട്, അവിടെ അച്ഛന്റെ പാട്ട്. ഒന്നും വിട്ടുകൊടുത്ത് സംസാരിക്കത്തതല്ല, അച്ഛന്റെ മോളാണ്. അപ്പൊ ഞാൻ എൻ്റെ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ഭാര്യയ്ക്ക് വേണ്ടി ഈ പാട്ട്, അമ്മായി അച്ഛന്റെ പാട്ട് പാടാം. അകലെ നിന്നാരോ മുരളിയിലൂതും സ്വരമഴയിൽ ഞങ്ങൾ നനഞ്ഞു പോയി. അകലെ നിന്നാരോ മുരളിയിലൂതും സ്വരമഴയിൽ ഞങ്ങൾ നനഞ്ഞു പോയി. മഞ്ഞണിഞ്ഞ രാവിൽ കുഞ്ഞു തെന്നൽ പോലെ ആയിരമാശകളുയലാടി. മഞ്ഞണിഞ്ഞ രാവിൽ കുഞ്ഞു തെന്നൽ പോലെ ആയിരമാശകളുയലാടി. ശരത് പൂർണിമായാമിനിയിൽ ശാന്തമായ തടാകങ്ങളിൽ ശശിബിംബം തെളിയും പോലൊരു സർവാംഗ സുന്ദരി ഒരുങ്ങി വന്നു എൻ മനസ്സിലും എൻ മിഴിയിലും ഒരു നാൾ.